അൻവറിന്റെ ചന്തക്കുന്നിലെ ആദ്യ പരിപാടിയിൽ പങ്കെടുത്ത CPM-ന്റെ മുൻ മരുത ലോക്കൽ സെക്രട്ടറി EA സുക്കു, അദ്ദേഹം എടക്കര ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്നു CPM-ന്റേത്. അദ്ദേഹം ഇപ്പോൾ DMK-യുടെ കൊടിക്ക് സമാനമായൊരു ഷോൾ കഴുത്തിലണിഞ്ഞാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ TMK സഹകരിപ്പിക്കില്ല, അൻവറിനെ സഹകരിപ്പിക്കില്ല എന്ന നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോഴും ഈ കൊടിക്ക് സമാനമായ ഈ ഷോൾ കഴുത്തിലണിഞ്ഞാണ് ഇദ്ദേഹം ഉൾപ്പെടെയുള്ള അൻവറിനോടൊപ്പമുള്ള ആളുകൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കുമായിരിക്കും. ഈ DMK നേതൃത്വം പറയുന്നത് അൻവറുമായി സഹകരിക്കില്ല എന്നാണ്. അപ്പോഴും നിങ്ങൾ ഈ DMK-യുടെ കൊടിക്ക് സമാനമായ ഷോളാണ് കഴുത്തിലണിഞ്ഞിട്ടുള്ളത്. എന്താണ് സംഭവം? DMK-യുടെ നേതൃത്വം ആരാ? DMK-യുടെ നേതൃത്വം സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും ഒക്കെ അല്ലേ? DMK-യിലെ ഒരു നേതാവായിരിക്കും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അത് DMK-യുടെ ഒരു അഭിപ്രായമായി വ്യാഖ്യാനിക്കുന്നതോട് യോജിപ്പില്ല. അത് അവർ കമ്മിറ്റി ചേർന്ന് DMK-യുടെ അവിടെയുള്ള ഹൈ ലെവലുള്ള കമ്മിറ്റി ചേർന്നെടുത്ത തീരുമാനമല്ല. ഒരു നേതാവിൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. അത് PV അൻവറിനെ തള്ളി പറഞ്ഞതാണെന്നുള്ള അർത്ഥത്തിൽ കാണുന്നത് ശരിയല്ല. നിങ്ങൾ DMK-യുമായി സഹകരിച്ച് തന്നെയായിരിക്കും നിങ്ങളുടെ പ്രവർത്തനം? തീർച്ചയായും. ഇവിടെ അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന ദേശീയ തലത്തിലെ വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടല്ലോ, അതിൽ BJP-യെ ചെറുക്കുന്നതിൽ വലിയ തോതിലുള്ള സംഭാവന ചെയ്യാൻ പറ്റിയ ഒരു പ്രസ്ഥാനമാണ് തമിഴ്നാട്ടിലെ DMK. അതിൻ്റെ നേതാവ് സ്റ്റാലിന്. നമുക്കറിയാം, തമിഴ്നാട്ടിലെ 40 പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒന്നിൽ പോലും BJP-യെ പച്ച തൊടിയിക്കാത്ത തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞൊരു സംസ്ഥാനമാണ്, ഒരു പ്രസ്ഥാനമാണ്, ഒരു പാർട്ടിയാണ്. അപ്പോൾ ദേശീയ തലത്തിൽ ഉയർന്നു വരുന്ന ഈ വർഗീയതയുടെ വെല്ലുവിളികളെ നേരിടാൻ ഫലപ്രദമായ ഒരു പാർട്ടി എന്നുള്ള നിലയിലാണ് അവരോട് ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയാവുന്ന സാഹചര്യം ഞങ്ങൾ ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധന നടത്തിയിട്ടുള്ളത്. നിങ്ങളിപ്പം അൻവറിന്റെ വീട്ടിലെത്തി അൻവറിനെ കണ്ടോ? ഇല്ല, അദ്ദേഹം വിശ്രമത്തിലാണ്. ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പൊതുയോഗ സ്ഥലത്തേക്ക് ഒന്നിച്ച് പോവുക എന്നുള്ള നിലയിലാണ്. എന്തായാലും DMK-യുമായി സഹകരിച്ച് തന്നെയായിരിക്കും കേരളത്തിലെ DMK, ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ പ്രവർത്തനം. ഈ DMK, തമിഴ്നാട് DMK-യുടെ ഒരു ഘടകം കേരളത്തിലുണ്ട്. അത് ഹൈ റേഞ്ച് മേഖലയിൽ അവർ സ്ഥാനാർത്ഥികളെ നിർത്തലുണ്ട്. ഒന്നും വേണ്ടപ്പോൾ കഴിഞ്ഞപ്പോൾ അൻവർ മത്സരിച്ച കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പുണ്ടല്ലോ, ആ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ DMK-യുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 3000-ഓളം വോട്ട് അവിടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലൊട്ടാകെ അങ്ങിങ്ങായി ശക്തി ഏറിയും കുറഞ്ഞൊക്കെ നിലവിലെ DMK-യുടെ സാന്നിധ്യം കേരള ഘടകം നിലവിലുണ്ട്. അതാണ് തമിഴ്നാട്ടിലെ DMK-യുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സംസ്ഥാന ഘടകം കേരളത്തിലുണ്ട്. നിങ്ങളുടെ പ്രവർത്തനം അതുമായി ചേർന്നാണ്? അല്ല, ഞങ്ങളെ പ്രവർത്തനം ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയാണല്ലോ. ഞാൻ പറഞ്ഞു, രണ്ട് വിഷയമാണ്. ഞങ്ങളൊരു മൂവ്മെന്റ് ഉയർത്തി കൊണ്ടുവന്നതാണ് ദേശീയ തലത്തിലെ വർഗീയതയ്ക്കെതിരെ. അതോടൊപ്പം തന്നെ ഈ കേരളത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ഈ അവിശുദ്ധമായിട്ടുള്ള കൂട്ടുകെട്ട്, അൻവർ അതിനുപയോഗിച്ച വാക്ക് നെക്സസ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് ഇപ്പോൾ സംസ്ഥാന തലങ്ങളിൽ പ്രകടമാണ്. അത് ജില്ലാ തലത്തിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതിനി താഴെ തട്ടിലേക്ക് വരുന്നതോടുകൂടി അടിസ്ഥാന ജനാധിപത്യം നഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ്. അതൊക്കെ കേരളത്തിലെ യുവാക്കൾ തിരിച്ചറിയാൻ വേണ്ടി പോവുകയാണ്. ഈ മഞ്ചേരിയിലെ പരിപാടി അടക്കഞ്ഞ് ഏതാനും സമയം മാത്രമേ ബാക്കിയുള്ളൂ. ആരൊക്കെയായിരിക്കും ഈ പങ്കെടുക്കുക, വേദിയിലുണ്ടാവുക എന്നുള്ള വ്യക്തത വന്നിട്ടുണ്ടോ? അവിടെ ഇനി 1 മണിക്കൂറിന് ശേഷം നമുക്ക് നേരിട്ട് കണ്ട് നിങ്ങളെ റിപ്പോർട്ട് ചെയ്യാം. സസ്പെൻസ് ഉണ്ടാവും. അതെ, തീർച്ചയായും സസ്പെൻസ് നിങ്ങൾ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാലോ. ഇനി മണിക്കൂറുകളല്ലേ ഉള്ളൂ.